ഇഫ്താറിന് മൊഹബത്തുക്ക സർവത്തായിരുന്നെങ്കിൽ നമ്മുടെ ഈദിന് ഒരു മധുഹൂതെങ്കിലും ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ ചിക്കൻ മധുഹൂത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പോട്ട് തന്നെ എടുത്തോളണം കേട്ടോ. മസാലയും ചോറൊക്കെ നമ്മൾ ഈ ഒരു പോട്ടിൽ തന്നെയാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു പോട്ടിലേക്ക് നമ്മൾ ഒരു 6 സ്പൂൺ വീതം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ കുരുമുളക്, ബേ ലീഫും കൂടിയിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു സവാള നല്ല കുട്ടി കുട്ടി പീസസ് ആക്കിയിട്ട് അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി അത് ഒന്ന് വഴഞ്ഞു വരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി 1 സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്യാരറ്റും ചെറിയ പീസസ് ആക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. 3 പച്ചമുളക് നമ്മൾ കീറാതെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നേരത്തെ നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ടൊമാറ്റോ ജ്യൂസും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 മാഗി ക്യൂബും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്താണ് നമ്മുടെ അറേബ്യൻ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 2-3 സ്പൂണൊക്കെ ഇട്ട് കൊടുത്തോളണം. ഈ മസാല ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. മസാലയൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കും. നമ്മുടെ മസാല നല്ലോണം നമ്മുടെ ചിക്കനിലോട്ട് ആയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ 2 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ അരി ഡയറക്റ്റായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. നല്ലോണം ഒന്ന് നമ്മുടെ മസാലയും ചിക്കനിലും നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. നല്ല മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. നമ്മൾ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെക്കണം. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ദാ നമ്മുടെ ചിക്കൻ മധുഹൂത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം.